We are about to start our virtual classes. During this pandemic COVID-19, the quarantines recommended each and everyone to virtual education to make you all safe. And let's begin our journey this new academic year with full of hope and dreams, and we make you sure that we will do our best to fulfill your dreams. Let's begin this virtual reopening ceremony. A reading from the Holy Bible from the Book of Wisdom, chapter 9, verses 9 to 12. With thee is wisdom, who knows thy works, and was present when thou didst make the world, and who understands what is pleasing in thy sight, and what is right according to thy commandments. Send her forth from the holy heavens, and from the throne of thy glory send her, that she may be with me and toil, and that I may learn what is pleasing to thee. For she knows and understands all things, and she will guide me wisely in my actions and guide me with her glory. Then my works will be acceptable, and I shall judge thy people justly, and shall be worthy of the throne of my Father. This is the word of God. ക്രൈസ്റ്റ് ന്യൂ ലൈഫ് ICSE സ്കൂൾ വർഷാരംഭ പരിപാടിയിൽ സംബന്ധിക്കുന്ന വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, അധ്യാപകരെ, രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സുഹൃത്തുക്കളെ, പുതിയ ഉടുപ്പുകളും ബാഗും കുടയുമൊക്കെ ഏന്തി കൂട്ടുകാരെയും അധ്യാപകരെയുമൊക്കെ അഭിവാദനം ചെയ്യുന്ന സന്തോഷം നിറഞ്ഞ അവസരമാണ് അധ്യയന വർഷാരംഭം. കോവിഡ് മഹാമാരി ഇടപെട്ടു. കഴിഞ്ഞ വർഷം പകിട്ടാർന്ന ഒരു പുതുവർഷാരംഭം മുടങ്ങി. 2021-2022 വർഷം ആഘോഷിക്കാമെന്ന് പ്രത്യാശിച്ചു. അതും മുടങ്ങിയിരിക്കുന്നു. പക്ഷേ നമ്മൾ നഷ്ടധൈര്യരാകരുത്. ഓൺലൈനിൽ കൂടിയുള്ള നമ്മുടെ ക്ലാസ്സുകളിൽ ഒക്കെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ നാം ശ്രദ്ധിക്കണം. മഹാമാരി നമ്മളെ പരാജയപ്പെടുത്തുവാൻ
അനുവദിക്കരുത്. കഴിഞ്ഞ വർഷം നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ നമ്മുടെ പാഠങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. നമുക്കൊന്നും നഷ്ടമായിട്ടില്ല. നമ്മുടെ കുറവുകൾ നികത്തി പുതിയ വർഷം കൂടുതൽ നല്ല പ്രതീക്ഷകളോടെ നമുക്ക് ആരംഭിക്കാം. നിങ്ങൾക്ക് സുരക്ഷിതരായി സ്വഭവനങ്ങളിൽ ആയിരുന്നു കൊണ്ട് ക്ലാസ്സുകൾ എടുക്കുവാനും പഠിക്കുവാനും സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. മഹാമാരി വല്ലാതെ നീണ്ടുപോകില്ല. ഒരു നല്ല നാളെ പിറക്കും. സന്തോഷപ്രദമായ നമ്മുടെ നല്ല ക്ലാസ്സുകൾ അധ്യാപകരിൽ നിന്ന് നേരിട്ട് കേൾക്കുവാനും നമ്മുടെ കൂട്ടുകാരുമായി സമ്പർക്കം പുലർത്തുവാനും നമുക്കിടയാകും. നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം അഭിവാദനങ്ങൾ. ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ മുന്നേറുമ്പോഴും നമ്മുടെ ക്രൈസ്റ്റ് ഇൻ ലൈഫ് ICSE സ്കൂളിൻ്റെ ചൈതന്യം നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ. ഓൺലൈനിലൂടെ ഒത്തുചേരുന്ന എല്ലാ ക്രൈസ്റ്റ് ന്യൂ ലൈഫ് ICSE സ്കൂളുകാരോടും സഹകരിച്ചുകൊണ്ട് ഈ പുതുവർഷം 2021-22 ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം, ഞാൻ അനന്യ അനിൽ, 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ന് നമ്മുടെ വിദ്യാലയത്തിന്റെ പ്രവേശനോത്സവത്തിന്റെ ഈ ശുഭാവസരത്തിൽ ഞാൻ നമ്മുടെ വിദ്യാർത്ഥിയെ കുറിച്ചുള്ള എന്റെ പടിയോർമ്മകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു. അകതാരിലറിവിന്റെ കിരണമായി മിന്നി അഴകായി തെളിയുന്നു എന്റെ വിദ്യാലയം. അകതാരിലറിവിന്റെ കിരണമായി മിന്നി അഴകായി തെളിയുന്നു എന്റെ വിദ്യാലയം. വിജയ ചരിതമെഴുതിയ വീതിക പുതുനാമ്പുകളെ കാത്തിരിപ്പൂ. വിജയ ചരിതമെഴുതിയ വീതിക പുതുനാമ്പുകളെ കാത്തിരിപ്പൂ. ആശംസയേകുന്നു, നന്മകൾ നേരുന്നു, അണയാതെ എന്നും ജ്വലിച്ചിടട്ടെ. നന്ദി, നമസ്കാരം. വീട്ടിലിരിക്കൂ, സുരക്ഷിതരാകും. എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. കഴിഞ്ഞൊരു വർഷമായി നമ്മൾ ശീലിച്ച ഓൺലൈൻ ക്ലാസ്സിലൂടെ തന്നെയാണ് ഈ വർഷവും നമ്മൾ തുടക്കം കുറിക്കുന്നത്. നേരിട്ട് കാണുന്നില്ലെങ്കിലും ഇപ്പോൾ എല്ലാവരും തൊട്ടടുത്തുണ്ടെന്നുള്ള തോന്നൽ നമുക്കുണ്ട്. നമ്മളാരും ആഗ്രഹിക്കാത്തതാണെങ്കിലും മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഇതൊരു വേറിട്ട അനുഭവമാണ്. കോവിഡിനെ അതിജീവിക്കാനുള്ള പരിശ്രമങ്ങളിൽ മുഴുകുമ്പോഴും പഠനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് മുന്നിലുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് നമ്മളിപ്പോൾ. സ്കൂൾ അന്തരീക്ഷത്തിലുള്ള ഒരു പഠനം നമുക്കിപ്പോൾ സാധ്യമല്ലെങ്കിലും നമുക്കുള്ള ഓൺലൈൻ സംവിധാനം യാഥാർത്ഥ്യബോധത്തോടെ ഉൾക്കൊണ്ട് ആത്മാർത്ഥതയോടെ പഠിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ കാലഘട്ടത്തിലെ മാറ്റങ്ങളെ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് പുതിയ സാങ്കേതിക വിദ്യയുടെ എല്ലാ നല്ല സാധ്യതകളും ഉൾപ്പെടുത്തി നമുക്ക് മുന്നേറാം. മൊബൈലിലും ലാപ്ടോപ്പും നമുക്ക് അറിവിനും ജീവിത മൂല്യങ്ങൾ വളർത്തുന്നതിനുമുള്ള ഉപാധികളാക്കി മാറ്റാം. കൂടുതൽ കരുതലോടെ ഉണർവോടെ പുതുവർഷം ആരംഭിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു.
principal, teachers, and my dear friends, a warm welcome to this new academic year with a pleasant smile. This is really an unusual way to begin our new academic year because of COVID pandemic. First of all, I heartily thank my lovely teachers for taking efforts to teach us online classes. Yes, we learned through it and that. I remembered first day in my school life. I received a warm welcome and it was very unforgettable day in my life. I got lovely caring teachers, new friends and all. Now I missed everything in the past due to corona pandemic. Don't worry, we are butterflies. We will fly together in the next season. I strongly believe that the dark days will end soon and the brightness days will be back. Till then, stay home, stay safe and take care. Thank you all. ഭയന്നിടില്ല നാം ചെറുത്തു നിന്നിടും കൊറോണ എന്ന ഭീകരന്റെ കഥ കഴിച്ചിടും ഭയന്നിടില്ല നാം ചെറുത്തു നിന്നിടും കൊറോണ എന്ന ഭീകരന്റെ കഥ കഴിച്ചിടും തകർന്നിടില്ല നാം കൈകൾ ചേർത്തിടും നാട്ടിൽ നിന്നു നീ വിപത്തകന്നിടും വരെ തകർന്നിടില്ല നാം കൈകൾ ചേർത്തിടും നാട്ടിൽ നിന്നു നീ വിപത്തകന്നിടും വരെ കൈകൾ നാം ഇടയ്ക്കിടയ്ക്ക് സോപ്പ് കൊണ്ടു കഴുകണം തുമ്മിടുന്ന നേരവും ചുമച്ചിടുന്ന നേരവും കൈകളാലോ തുണികളാലോ മുഖം മറച്ചു ചെയ്യണം കൂട്ടമായി പൊതുസ്ഥലത്തെ ഒത്തുചേരൽ നിർത്തണം കൂട്ടമായി പൊതുസ്ഥലത്തെ ഒത്തുചേരൽ നിർത്തണം രോഗമുള്ള രാജ്യവും രോഗിയുള്ള ദേശവും എത്തിയാലോ താണ്ടിയാലോ മറച്ചു വച്ചിടില്ല നാം രോഗമുള്ള രാജ്യവും രോഗിയുള്ള ദേശവും എത്തിയാലോ താണ്ടിയാലോ മറച്ചു വച്ചിടില്ല നാം ഭയന്നിടില്ല നാം ചെറുത്തു നിന്നിടും കൊറോണ എന്ന ഭീകരന്റെ കഥ കഴിച്ചിടും രോഗലക്ഷണങ്ങൾ കാണിൽ ദിശയിൽ നാം വിളിക്കണം ചികിത്സ വേണ്ട സ്വന്തമായി ഭയപ്പെടേണ്ട ഭീതിയിൽ രോഗലക്ഷണങ്ങൾ കാണിൽ ദിശയിൽ നാം വിളിക്കണം ചികിത്സ വേണ്ട സ്വന്തമായി ഭയപ്പെടേണ്ട ഭീതിയിൽ ഹെൽത്തിൽ നിന്നും ആംബുലൻസും ആളുമെത്തും ഹെൽപ്പിനായി ബസ്സിലേറി പൊതുഗതാഗതത്തിലില്ല യാത്രകൾ പരത്തിടില്ല കോവിഡിൻ ദുഷിച്ച ചീർത്തണുക്കളെ മറ്റൊരാൾക്കും നമ്മിലൂടെ രോഗമെത്തിക്കില്ല നാം മറ്റൊരാൾക്കും നമ്മിലൂടെ രോഗമെത്തിക്കില്ല നാം ഓക്കിയും സുനാമിയും പ്രളയവും കടന്നുപോയി ധീരരായി കരുത്തരായി നാം ചെറുത്തതോർക്കണം ചരിത്ര പുസ്തകത്തിൽ നാം കുറിച്ചിടും കൊറോണയെ തുരത്തിവിട്ട് നാടുകാത്ത നന്മയുള്ള മർത്യരാ ചരിത്ര പുസ്തകത്തിൽ നാം കുറിച്ചിടും കൊറോണയെ തുരത്തിവിട്ട് നാടുകാത്ത നന്മയുള്ള മർത്യരാ
ലൈഫ് സ്കൂളിലെ പ്രിൻസിപ്പൽ, സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റർ ജെസ്വി പോൾ, പ്രിയമുള്ള അധ്യാപകരെ, അനാധ്യാപകരെ, ഏറ്റവും പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് മുതൽ ഇതാ വീണ്ടും ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണല്ലോ. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളും മറ്റുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ പുതിയ വർഷം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം സംസ്കാര സമ്പന്നരായ വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നുവെന്ന്. ഈ പുതിയ അധ്യയന വർഷം ഇപ്രകാരം ദൈവത്തിന്റെയും മനുഷ്യരുടെയും ജ്ഞാനത്തിലും പ്രായത്തിലൊക്കെ വളരുവാനായിട്ട് നിങ്ങൾക്ക് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് നിങ്ങളെ സഹായിക്കുന്ന എല്ലാ അധ്യാപകരെയും അനാധ്യാപകരെയും നിങ്ങളുടെ മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറെ ദൈവാനുഗ്രഹപ്രദമായ ഒരു അധ്യയന വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്നേഹത്തോടെ തോമസ് അച്ഛൻ. Manager Sister Charlotte, dear sisters,
teachers and dear students. We are at the threshold of a new academic year 2021-22. May God bless you abundantly on all your endeavors throughout this year. It is the teachers and students who mark the reputation of any school. I extend my heartiest greetings and best wishes to the staff and students of Christ New Life School and sincerely hope and pray that the school will continue to do the excellent work in the years to come and produce a quality, bright future generation which our country would be proud of. Real education is the architecture of the soul. Let Christ New Life School be a source of inspiration for students, a hope for parents, and a platform for the teachers to mold confident, sensitive, and reflective adults. Thank you. ഹലോ നമസ്കാരം, ഞാൻ അനൂപാണ്. തിരുവല്ലാമല ക്രൈസ്റ്റ് ന്യൂ ലൈഫ് വിദ്യാലയത്തിലെ എൻ്റെ എല്ലാ കുഞ്ഞനുജന്മാർക്കും അനിയത്തിമാർക്കും ഏറ്റവും നല്ലൊരു അധ്യയന വർഷം നേരുന്നു. ഈ കോവിഡ് മഹാമാരിയുടെ ഈ ഒരു കാലത്ത് ഓൺലൈൻ വിദ്യാഭ്യാസം നടക്കുകയാണ്. എല്ലാവർക്കും ഏറ്റവും നല്ലൊരു വിദ്യാഭ്യാസം കിട്ടട്ടെ, ഏറ്റവും നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ, എല്ലാ ഉയർച്ചകളും ഉണ്ടാവട്ടെ. സേഫ് ആയിരിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. വീണിടക്കൊന്നു പോയി വരാമോ പണ്ട് ഞാൻ കളിച്ചുള്ളൊരാ മാഞ്ചുവട്ടിൽ പാറിപ്പറന്നു നീ ചുറ്റും തിരയണേ പണ്ടെന്നോ വീണുപോയൻ ബാല്യത്തെ കീഴേ കിടക്കുന്ന ഇലയിലും പൂവിലും കാണാം നിനക്കെൻ്റെ കുഞ്ഞുകാലം തുമ്പി നിനക്കൊന്നു പോയി വരാമോ പണ്ട് ഞാൻ കളിച്ചുള്ളൊരാ മാഞ്ചുവട്ടിൽ പാറിപ്പറന്നു നീ ചുറ്റും തിരയണേ പണ്ടെന്നോ വീണുപോയൻ ബാല്യത്തെ പാട്ടിനെതിർപ്പാട്ട് പാടുന്നൊരാ കുയിൽ ഇപ്പോഴും ആ മരക്കൊമ്പിലുണ്ടോ അമ്മാവിൻ കൊമ്പിലായുള്ള എന്നൂഞ്ഞാലിൽ ആടുവാനിൻ കളിക്കൂട്ടരുണ്ടോ കെട്ടിയുണ്ടാക്കിയൻ ഉണ്ണിപ്പുരയ്ക്കുമേൽ വട്ടം കറങ്ങി നീ നോക്കിടേണേ ചുട്ടെടുത്തുള്ളയൻ മധുരമാമണ്ണപ്പം കട്ടെടുക്കാനായി കാക്കയുണ്ടോ പുളിയിടക്കരയിലായി കുടിയേറിപ്പാർക്കുവാൻ പുളിയേനുറുമ്പുകൾ ചുറ്റുമുണ്ടോ തുമ്പി നിനക്കൊന്നു പോയി വരാമോ പണ്ട് ഞാൻ കളിച്ചുള്ളൊരാ മാഞ്ചുവട്ടിൽ പാറിപ്പറന്നു നീ ചുറ്റും തിരയണേ പണ്ടെന്നോ വീണുപോയൻ ബാല്യത്തെ കളിക്കൂട്ടുകാരമയിൽ പക്കത്തുള്ളവർ ഉണ്ണിച്ചോറ് വെച്ചു കളിക്കുന്നുണ്ടോ അവരുടെ സത്യവട്ടങ്ങൾ എന്താണെന്ന് അവരറിയാതൊന്നു ചൊന്നിടേണേ അതിനേൽക്ക സ്വാദോർ വിഭവങ്ങളെല്ലാം അവരേക്കാൾ മുന്നേ ഒരുക്കിടേണം ആമ്പലും തുമ്പയും തെച്ചിയും കൂടിയ ചേമ്പിലത്താളിൽ വിളമ്പിടേണം തുമ്പി നിനക്കൊന്നു പോയി വരാമോ പണ്ട് ഞാൻ കളിച്ചുള്ളൊരാ മാഞ്ചുവട്ടിൽ പാറിപ്പറന്നു നീ ചുറ്റും തിരയണേ പണ്ടെന്നോ വീണുപോയൻ ബാല്യത്തെ സ്നേഹം നിറഞ്ഞ പ്രിൻസിപ്പൽ സിസ്റ്റർ ജെസ്സി പോൾ, സ്നേഹമുള്ള അധ്യാപകരെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഭവനാന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ട് വിദ്യാലയങ്ങളെ തുറക്കുന്ന പുതിയൊരു അധ്യയന വർഷം നാം ഇന്ന് ആരംഭിക്കുകയാണ്. ഈ പുതുവർഷത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവിധ നന്മകളും ദൈവാനുഗ്രഹങ്ങളും
നേരുകയും ആശംസിക്കുകയും ചെയ്യുന്നു. സമാനതകളില്ലാത്ത, കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു പുതിയ കാലഘട്ടത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വായും മൂക്കും മൂടിക്കെട്ടി ഒരു ലോക്ക്ഡൗണിന്റെ പശ്ചാത്തലത്തിൽ നാം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരിക്കലും മൂടിവെക്കാൻ സാധിക്കാത്ത, ഒരിക്കലും അടച്ചു വെക്കാൻ സാധിക്കാത്ത അറിവിൻ്റെ വാതായനങ്ങളെ നമ്മൾ ഭവനത്തിലേക്ക് തുറന്നുവിടുകയാണ് ചെയ്യുന്നത്. ഇവിടെ മാതാപിതാക്കളും മക്കളും അധ്യാപകരും ഒരുമിച്ച് ചേർന്നുള്ള ഒരു പഠന പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭവനാന്തരീക്ഷത്തിലിരുന്നു കൊണ്ട് പഠിക്കുമ്പോൾ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും കുട്ടികളുടെയും ഒരു സമഗ്രമായിട്ടുള്ള മുന്നേറ്റമാണ് അവിടെ നടക്കുക. ഇതിന് തടസ്സമായി നിൽക്കുന്ന ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ള വലിയൊരു പ്രത്യാശ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഒരിക്കൽ കൂടി ഈ പുതുവർഷത്തിൽ എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. A very warm welcome to the parents, teachers and my dear beloved students. I am sure we all have been eagerly waiting for this day. We are all aware of the changes brought in by the coronavirus pandemic. And as a result of which, we are required to alter the conventional ways. Though these changes have been turned our life upside down, in some ways and another, it has also provided us an opportunity to understand new parameters. I take this opportunity to thank our former manager, Reverend Sister Lissy, our librarian staff, Reverend Sister Jessie Thomas, and school office staff, Reverend Sister Princey, for their selfless service, and now they are transferred from our school. Also, I extend a warm welcome to the new manager, Reverend Sister Charlotte and Sister Sonita as a staff to our school. We all know that life becomes easier when it is a two-way process. So we as teachers will ensure to make the approaches easier to follow. And you as students should help us by showing the equal level of enthusiasm. Interaction between the teachers and parents will ensure the best of every child. We assure each and every student will get individual attention. I promise that we will never let your children down. On behalf of the management, His Grace Marjek Tonguri, our patron, Christodasi sisters, parents and teachers, I pray that you all will be in right track to achieve your dreams by God's grace. I also wish and pray to have our physical school and classes at the earliest by overcoming this COVID pandemic. Once again, I welcome you all, and also I wish you a wonderful new academic year. May God bless you all. A warm welcome to one and all. It's a new beginning of the academic year 2021-22. As we all know, the whole world is affected by the pandemic COVID-19. People run restlessly what to do, how to do, where to go, and so on. Fear never builds future, but hope does. With all the confidence and hope, we can overcome the pandemic. So let's learn with COVID. A good beginning makes a big difference. Dear children, make sure you begin this academic year with new hopes and positive mindset. I wish you success, excellence and a great school year. Good luck, shine like stars. Thank you. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ലോകം
ഇന്ന് പേടിയോടെ ഓർക്കുന്ന മഹാമാരിയാണ് കൊറോണ. ഒരു ചെറിയ വൈറസിന് തന്നെ ഇത്രത്തോളം ബാധിക്കാൻ കഴിയുമെന്ന് എല്ലാം വിട്ടുപിടിച്ച മനുഷ്യൻ ചിന്തിച്ചു കാണില്ല. ലോകത്തെ എല്ലാ കോണിലുള്ള മനുഷ്യന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. നമ്മളെ പോലുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും പഠിക്കാനും കളിക്കാനും കാണാനുമുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചിരിക്കുകയാണ് ഈ വൈറസ്. കൊറോണ കീഴടക്കിയ നമ്മുടെ ജീവിതത്തിലേക്ക് ചെറിയൊരു എത്തുന്നു. നമസ്കാരം. പ്രധാന വാർത്തകൾ. ലോകം മൊത്തം കൊറോണ ഭീതിയിൽ. മുഖ്യമന്ത്രി സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. അനാവശ്യമായി ആരും പുറത്തിറങ്ങരുത്. എല്ലാ വിദ്യാലയങ്ങളും അടയ്ക്കാൻ മുഖ്യമന്ത്രിയുടെ കർശന നിർദ്ദേശം. അമ്മേ, അപ്പൊ ഇനി സ്കൂളിൽ പോണ്ടല്ലേ? വേണ്ട മോനെ. ഭാഗ്യം, കുറച്ച് ദിവസം കഴിഞ്ഞ് അച്ഛൻ വരും. പിന്നെ വീട്ടിലിരുന്ന് കൊറേ കളിക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വാറടിച്ചിട്ട് വയ്യ. സ്കൂളൊന്ന് തുറന്നിരുന്നെങ്കിൽ ഫ്രണ്ട്സിനെ കാണാം, കളിക്കാം, പഠിക്കാം. വീട്ടിലിരുന്ന് മടുത്തു. അമ്മേ, അച്ഛൻ എപ്പോഴാ വരിക? അറിയില്ല മോനെ, ഫ്ലൈറ്റ് ഒക്കെ ക്യാൻസൽ ആക്കിയില്ലേ. എന്ത് പറ്റുമോ അവന്റെ കൃഷ്ണ. എന്റെ അച്ഛൻ അവിടെ ഒറ്റക്കല്ലേ. അമ്മ, ഞാൻ കളിക്കാൻ പോക്കോട്ടെ? വേണ്ട മോനെ, അപ്പുറത്തെ മിന്നുവിന്റെ അച്ഛൻ കോവിഡ് പോസിറ്റീവ് ആണ്. മോൻ എങ്ങും പോകില്ല കേട്ടോ. ശരി, അമ്മ ഞാൻ കിച്ചുവിന്റെ വീട്ടിൽ പോക്കോട്ടെ? വേണ്ട മോനെ, നമ്മളും സമ്പർക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ അവിടെ ഇവിടെ വന്നിരുന്നില്ലേ. മോനെ എങ്ങും പോകില്ല കേട്ടോ. നല്ല കുട്ടിയല്ലേ. ശരി, മിന്നുവിന്റെ വീട്ടിൽ. ഓരോരോ അസുഖങ്ങള്. കുറെ നല്ല മനസ്സുകളുള്ളതുകൊണ്ട് കാരണം ഭക്ഷണത്തിന് മാത്രം മുട്ടി വരുത്തില്ല. അമ്മ, എന്റെ തല വേണിക്കണോ? തൊണ്ടയൊക്കെ എന്തോ പോലെ. എനിക്ക് ശ്വാസം കിട്ടില്ല. അമ്മ, എനിക്ക് വയ്യമ്മ. മൊയ്യോ മോളെ, മോളെ ഇവിടെ ഇരിക്കട്ടോ, ഞാൻ ഇപ്പൊ വരാം. ഹലോ ചേച്ചി, മോൾക്ക് തീരെ വയ്യ. ഒരു വണ്ടി ഇങ്ങോട്ട് അയക്കാമോ? അപ്പുവിന്റെ വീട്ടിൽ. ആണോ? ശരി ശരി. നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നോ? മിന്നുവിന്റെ അച്ഛന് ഞാൻ കൊടുത്താളോ. മിന്നുവിനെ പോയി ഹോസ്പിറ്റലിൽ കാണിക്കൂ. അമ്മേ, എന്റെ മിന്നുവിന് എന്താ? അവൾക്ക് വയ്യേ? പറയമ്മേ. മിന്നുവിന് കുഴപ്പമൊന്നുമില്ല. 2 ആഴ്ച കഴിഞ്ഞാൽ അവള് തിരിച്ചു വരുമ്പോൾ വിഷമിക്കേണ്ട കേട്ടോ. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ പേടിക്കരുത്. അവരെ സംരക്ഷിക്കാൻ കുറെ നല്ല മനസ്സുകളുണ്ട്. ഉറക്കം പോലെ കളഞ്ഞ് പരിചരിക്കാൻ ആരോഗ്യ പ്രവർത്തകരുമുണ്ട്. മോൻ വിഷമിക്കേണ്ട കേട്ടോ. ശരി. കൂട്ടുകാർ വീട്ടിൽ തന്നെ ഇരിക്കുക. അത്യാവശ്യത്തിന് മാത്രമായി പുറത്തു പോവുക. പുറത്തു പോകുമ്പോൾ മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ കയ്യിൽ കരുതുക. 1 മീറ്റർ അകലം പാലിച്ച് മാത്രം നടക്കുക. നമ്മുടെ ഭാവി നമ്മുടെ കയ്യിൽ. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു. Good morning to one and all. It is my pleasure here to deliver the vote of thanks in this new academic year 2021 and 22. First of all, I would like to thank our dear and near Archbishop Mark Jacob Tunguri, patron of our school, for inaugurating our new academic year 2021 and 22 and also blessing all of us in the name of Almighty. I would like to thank Reverend Sister Tina for her felicitation of Sisters General Society of Christodasi. And I also thank our Reverend Father Thomas Vadakote, and the kindergarten in charge Reverend Sister Rosalie and our Vice Principal Reverend Sister Lisa for her beautiful quotes from the Holy Bible. And I thank our loving Principal Reverend Sister Jessie for giving a warm welcoming address. And I am here to thank all the other teachers and non-teaching staffs for their support and hard work. I am thanking the little flowers of this
Christ New Life School as the students of this institution in this event. Last but not the least, I would like to thank Mr. Anup Krishna, who is a mini screen actor, an anchor and a contestant of Big Boss Season 3, who has motivated our school children and our school through the social media. Thank you, Anup. And once again, I thank one and all in this institution for this new academic year 2021 and 22. Thank you.